ഞാനൊരു കാര്യം പറയാം. എന്താ? തിരുമേനി ഈ വഴിയാണോ പോകുന്നത് അതോ ആ വഴിയാണോ പോകുന്നത്? അതെന്താ, നമുക്ക് ഈ വഴി ഒരുമിച്ച് പോയാലെന്താ? ഈ വഴിയെ പോകണ്ട. അതെന്താന്ന്? അവിടെ ഒരു കൈനോട്ടക്കാരനുണ്ടെന്ന്. അതിനെന്താ, അയാൾ അവിടെ ഇരുന്നോട്ടെ. അവൻ പണ്ടിവൻ എന്നെ കണ്ടിട്ട് എല്ലാരോടും പറഞ്ഞ എന്നാന്നറിയോ? അവൻ എന്താ പറയാ? 10 രൂപ മുടക്കൂ, നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, നിങ്ങൾ ഭാഗ്യശാലിയാകുമെന്ന്. ഈ വൃത്തികെട്ടവൻ പറഞ്ഞ വാക്കിന്റെ പ്രകാരം ഞാൻ പോയി 100 രൂപയ്ക്ക് 10 രൂപയ്ക്കല്ല 100 രൂപയ്ക്ക് ഞാൻ ലോട്ടറി എടുത്തു. എന്നിട്ട് എന്താ, ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചോന്നു? എനിക്കോ? ഈ നാട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരും എന്നെ ഇവിടെ അടിച്ചു, ജംഗ്ഷനിലിട്ട് അടിച്ചു. അതുപോലെ തന്നെ ഇവൻ എന്നോട് പറഞ്ഞു സർവ്വവിധ സൗഭാഗ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇവൻ. എന്നിട്ട് സർവ്വ സൗഭാഗ്യം ഉണ്ടായോ? പിന്നെ പിറ്റേ ദിവസം ചെറുതായിട്ടൊന്നുണ്ടായി. ഞാൻ ബീബറടിച്ചല്ലോ ഷട്ടർ ഇടുകയും കൂടെ, അങ്ങനെ സാധനം കിട്ടി, അങ്ങനെ ഭാഗ്യം ഉണ്ടായി. ഇപ്പൊ തിരുമേനിയിലെ വിട്ടു. ഇവനെല്ലാവരെയും ചതിക്കുന്ന ചതിയനാ, അവനെ വിശ്വസിക്കരുത്. പോണെങ്കിൽ ഇല്ലേ വെക്കൂ, ഞാൻ ഇല്ലേ പോവാ. അല്ല, നമുക്ക് ഒരുമിച്ച് പോവാന്ന്. തിരുമേനി ഇങ്ങോട്ട്. എക്സ്ക്യൂസ് മീ, ഇവിടെ അടുത്താണോ പോലീസ് സ്റ്റേഷൻ? ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ അല്ലേ? മിസ്റ്റർ, ഞാൻ നിങ്ങളെ പറ്റിച്ചിരിക്കുന്നു. ഈ തോക്കിലുണ്ടായില്ല. നിങ്ങളെ ഞാൻ പറ്റിച്ചിരിക്കുന്നു. ഈ പേഴ്സിൽ 5 പൈസ പോലും ഇല്ല. മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ഓരോ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ കളി കൊണ്ട് അടുത്ത ആരെ പോയി പിടിക്കും. ഓരോ ജന്മങ്ങളെ വലിയ പ്രതീക്ഷയോടെ വന്ന പാവം. ഇനി ഇതുപോലെ ഏതെങ്കിലും അവന്മാര് വരും. പേര് സുന്ദരൻ. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൻ. പ്രാരാബ്ദങ്ങളൊന്നുമില്ല. ദൈവം ഇഷ്ടം പോലെ സൗന്ദര്യം തന്നു, പക്ഷെ കളർ തന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഫാമിലി പാക്ക് ആക്കാം. താൻ കൊറേ നേരം പുറകെ നടക്കുന്നേ, തനിക്ക് മുന്നോട്ട് നീങ്ങി നടന്നൂടെ? സിറ്റിയിൽ ഓവർടേക്കിംഗ് പാടില്ലെന്നല്ലേ, ആ നിയമം തെറ്റിക്കാൻ പറ്റുമോ? സുന്ദര, നീ ഇതെങ്ങോട്ടാടാ? ഈ കുട്ടി എങ്ങോട്ടാന്ന് അറിയാതെ ഞാൻ എങ്ങോട്ടാന്ന് ഞാൻ എങ്ങനെ പറയും? എന്തോന്ന്? പോലീസ് സ്റ്റേഷനിലേക്കാ. എന്താ, പോരുന്നോ രണ്ടും കൂടി? എവിടെ രാവിലെ മുതൽ കുത്തിയിരിക്കാണ്. ഭാവി ഭൂതം വർത്തമാനം. അനിയ, ഭാവി ഭൂതം വർത്തമാനൊക്കെ പറയും കേട്ടോ. ചേട്ടാ, ഭാവി ഭൂതം വർത്താനൊക്കെ സമയമില്ല ചേട്ടാ. പോയിട്ട് വരെ കാര്യമുള്ള. അങ്ങനെ പോകല്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പോയിട്ട് വരെ കാര്യമുണ്ട് ചേട്ടാ. അങ്ങനെ പോകല്ലേ അനിയ. ലക്ഷണമൊത്ത മുഖമാണ്, തലേ മുടിയില്ലെങ്കിൽ എന്താ ഭാഗ്യമുള്ള മുഖമാണ്. ഭാഗ്യദേവത കളിയാടുന്നുണ്ട്. ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ലോട്ടറി എടുത്ത് ഞാനും എന്റെ കുടുംബം ഒരു പരുവത്തിലായി. എന്നെ ഭാര്യ പുറത്തുവാക്കി. തനിക്കൊക്കെ വരെ പരിപാടിയില്ലടോ. ഒന്ന് പോടേ. പോടാശണ്ടി ഓടുന്നു. ചേട്ടാ, ഒന്ന് നിക്കണം കേട്ടോ. ഭാവി ഭൂതം വർത്തമാനൊക്കെ പറഞ്ഞിട്ട് പോകാം കേട്ടോ. ഇവിടെ ഇരിക്ക. ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഞാൻ അന്വേഷിച്ചിടക്കായിരുന്നു ഒരാൾ. ഇഷ്ടപ്പെട്ട ദൈവത്തിന് മനസ്സിൽ വിചാരിച്ച് ഒരു 10 രൂപയിൽ കുറയാത്ത സംഖ്യ എടുത്ത് ഈ ഡയറിയിലേക്ക് വെച്ചോളൂ. ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളൂ. മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് അറപ്പ് തോന്നുന്നില്ല. കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആളാണല്ലേ? അതെ, വരുമാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി വഴിയിലൂടെ പോകുമ്പോൾ ചേട്ടാ ചായ കുടിക്കെന്ന് പറഞ്ഞൊരു 10 രൂപ തരാൻ മനസ്സ് കാണിക്കുന്ന ആളാണല്ലോ. അതെ അതെ അതെ. ഇനി കാണുമ്പോൾ ഒരു 10 രൂപ തരാമെല്ലാരും തരും. ഒരു കാര്യം പറയുന്നുണ്ട്, വിരോധമില്ലല്ലോ. ഇല്ല. നല്ല ഭാഗ്യമുള്ള മുഖമാണ് കേട്ടോ. ഭാഗ്യദേവത മുഖത്ത് കളിയാടുന്നു. ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കാനുള്ള ഭാഗ്യം കാണുന്നു. ദാ കാണുന്ന ലോട്ടറിക്കാരനില്ലേ, അവന്റെ 10-15 ലോട്ടറി എടുക്കും, അടിക്കും. അവൻ നല്ല വരിശുള്ളവനാണല്ലേ. അല്ല, ഈ 10 രൂപയ്ക്ക് അല്ല 10 രൂപ കുറെ കൂടെ പറഞ്ഞുതരാം. 10 രൂപ എന്ന് വെച്ചു. അനിയ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഭാഗ്യദേവത കളിയാടുന്നുണ്ട്. അവിടുന്ന് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കാനുള്ള യോഗം കാണുന്നു. യോഗമുണ്ട്. ഇവിടെ താൻ കുറെ നേരം ആയാലോടെ ഇവിടെ വരുന്നവരോടും പോകുന്നവരോടും ലോട്ടറി എടുത്തോ എന്ന് പറയുന്നത്. അതെ, അവിടെ ഇരുന്ന് ലോട്ടറി വിൽക്കുന്നത് എന്റെ മകനാ. അവിടെ ലോട്ടറി വിറ്റ് 10 രൂപ കമ്മീഷൻ കിട്ടുന്നോട്ട് തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറയും. ഭാവിയും ഭൂതം എന്ത് ഭാവിയും ഭൂതമാണ്? താൻ എന്റെ ഭാവി ഭൂതം പറയും. ഇവിടെ ഇപ്പൊ ഇവിടെ എന്താ നടക്കാൻ പോണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റൂല. എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പൊ ഇവിടെ നടക്കാൻ പോണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇതാണ് ഇവിടെ നടക്കാനിരുന്നത്. അതായത് തന്റെ കാര്യം തനിക്ക് പറയാൻ കഴിയില്ലെങ്കിൽ താൻ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെ പറയണോ? ഒരു ഭാവിയും ഭൂതക്കാരൻ നടക്കുന്നു. ഒരാവശ്യമില്ലായിരുന്നു. വഴിയ പോവനെ വിളിച്ചു വരുത്തി ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറഞ്ഞ് 2 അടിയും കിട്ടിയപ്പോ സമാധാനായി. തീർന്നല്ല. ലൗലിനെ ഒന്ന് കാണണം, അവളവിടെ നോക്കി നിൽക്കാന്ന് പറഞ്ഞു. നിന്റെ കാര്യം അനിയ, ഒന്ന് നിൽക്കണേ. ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറയും.
എന്തെങ്കിലും ഒരു ദക്ഷിണ തന്നു കഴിഞ്ഞാൽ, ഐശ്വര്യമായിട്ടൊരു ദക്ഷിണ തന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറയും കേട്ടോ. ഭാഗ്യദേവത മുഖത്ത് കളിയാടുന്നുണ്ട്. ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. രണ്ടുപേർക്കും. ആ കാണുന്ന ലോട്ടറിക്കാരൊക്കെ ലോട്ടറി എടുത്തോളൂ. ഈ മുഖമെന്ന് കാട്ടെ. അത് മുഖമാണോ? ഐശ്വര്യമുള്ള മുഖമാണ് കേട്ടോ. ആണോ? നല്ല മുഖമാണ്. നാഷണൽ ഹൈവേ പോലെ വിശാലമായിട്ട് കിടക്കുകയാണ്. ആ കൈയൊന്ന് കാണിക്ക്. ഒരുപാട് രേഖകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. ആണോ? ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ വിരോധമില്ല. ഒരു വിരോധവും ഇല്ല. പേരെന്താണ്? സുന്ദരൻ. എന്തോ? സുന്ദരൻ. ജനിക്കുന്നതിന് മുമ്പ് അച്ഛനമ്മയും കൂടെ ഇട്ട പേരാണല്ലേ? അങ്ങനെ ചിലർക്ക് അബദ്ധങ്ങൾ പറ്റാൻ. അയ്യോ. നാള് പറയൂ. തിരുവാതിര. തിരുവാതിര. അയ്യോ. തിങ്കൾക്ക് തിങ്ക, ചൊവ്വക്ക് ചൊവ്വ, ബുധക്ക് ബുധ, വ്യാഴക്ക് വ്യാഴ, വെള്ളി ശനി ഞായർ. വെള്ളിക്ക് ഞായറിന് ഇവിടേക്ക് ശനിയുടെ അപഹാരം കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കരുത്. അതെന്താ? നാട്ടുകാർ കണ്ടാൽ പേടിക്കും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. മാറ്, ഇവിടെ വാ. ഐശ്വര്യമുള്ള മുഖമാണ്. ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറയും കേട്ടോ. വർത്താനം പറയുന്നൊരു ഭൂതം വീട്ടിലുണ്ട്. അതെയോ? നന്നായി. ദക്ഷിണ മറക്കരുത്. വെറുതെ ഓസിലിരിക്കുകയല്ലേ ഇവിടെ കേട്ടോ. അതെ, എനിക്കൊരു ഐഡിയ. എന്നാ? എന്റെ പെണ്ണുമ്പിളെ ഇപ്പോഴേ പച്ചക്കറി മേടിക്കാൻ വരും. അവളുടെ കൈ ഇയാളെ കൊണ്ടൊന്ന് നോക്കിച്ചാലോ? അതിന് ചേച്ചി സമ്മതിക്കോ? കൈനോട്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവന്റെ ജീവനാ. അവളിവിടെ വീണിരിക്കും. ആണോ? ഉറപ്പ്. എന്നാ വാ. ചേട്ടാ കാര്യം പറഞ്ഞു. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. മറ്റൊന്നുമല്ല, എന്റെ ഭാര്യ ഇപ്പൊ അവിടെ ഇങ്ങോട്ട് വരും. അയ്യോ, അതിന് ഞാനിവിടെ പോണ്ടാന്ന് പറയുന്നത് കേക്ക്. അവളുടെ കൈ നോക്കിയിട്ട് അവളുടെ ജീവിതത്തിലെ ഐശ്വര്യം ഞാനാണ്, അങ്ങനെ എന്നെ ഒന്ന് പുകഴ്ത്തി പുകഴ്ത്തി പറയണം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിവെക്കിലിരിക്കുന്ന ഹസ്തരേഖാ ശാസ്ത്രജ്ഞനുള്ള ഗുണമുണ്ടല്ലോ. ഗുണമല്ലേ ഇത്? പറഞ്ഞു എന്തൊക്കെ? പിന്നെ വേറൊരു കാര്യം, ഒരു കാരണവശാലും അവളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പാടില്ല. ഇല്ല. പൈസ വാങ്ങാതെ കൈ നോക്കുന്ന ആളാണെന്ന് പ്രത്യേകം പറയണം. പറഞ്ഞേക്കാം. അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ. എല്ലാ ഐശ്വര്യത്തിനും ആ വരുന്നാണ് ഭാര്യ. ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് മാറി നിന്നേക്കാം. ഓക്കെ, വെച്ച് പൊലിപ്പിച്ചേക്കണോട്ടോ. ചേച്ചി ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണേ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഐശ്വര്യമുള്ള മുഖമാണ് കേട്ടോ. രാധയുടെ മുഖമാണ്. മിഴിയഴക് വിരിയും രാധ എന്ന പാട്ട് കേട്ടു. അത് ചേച്ചി എവിടെയോ വെച്ച് കണ്ടിട്ട് മഹാകവി എഴുതിയ പാട്ടാണ്. ഭർത്താവാണ് ഐശ്വര്യത്തിന് കാരണം. നല്ല ഐശ്വര്യമുള്ള മനസ്സാണ് ഭർത്താവിൻ്റെത്. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ രാധയും കൃഷ്ണനുമാണെന്ന് പറയും. കൃഷ്ണൻ രാധയല്ല, കൃഷ്ണനും പൂതനെ. എന്നാ ശരി, പയ്യെ വിട്ടോളൂ. ഇത്രയൊക്കെ പറഞ്ഞല്ല. വേണ്ട, പൈസ വേണ്ട. ഇതിരിക്കട്ടെ. അല്ല, പൈസ വേണ്ട. അല്ല, ഇതിരിക്കട്ടെ. എന്താ കാര്യം അറിയാമോ? ചേച്ചിയുടെ ഭർത്താവ് അപ്പുറത്ത് പുള്ളി പറഞ്ഞ പൈസ ഒന്നും മേടിക്കണ്ട, ഇങ്ങനെ വരുമ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ആര്? സത്യം പറഞ്ഞു. ശരിയാക്കിട്ടെ.